The fourth chapter of the third book explains in detail about wholesalers and retailers. So we already have an idea about who is a wholesaler. Wholesaler is a person who buys goods in bulk from the producer and sell it in small quantities to the retailer. He is the intermediary or the connecting link between the producer and the retailer. അപ്പോൾ റീറ്റെയിലറിന്റെയും പ്രൊഡ്യൂസറിന്റെയും ഇടയ്ക്കുള്ള മിഡിൽമാൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറി ആണ് നമ്മൾ ഹോൾസെയിലർ എന്ന് പറയുന്നത്. ഹോൾസെയിലർ എന്ന് പറയുന്ന വ്യക്തി പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്നും ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് റീറ്റെയിലറിന് അത് ചെറിയ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആക്കി കൊടുക്കുന്നു. അപ്പം വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോൾസെയിലേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഹോൾസെയിലേഴ്സ് ചെയ്യുന്ന സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫങ്ഷൻസ് ആൻഡ് സർവീസസ് നമ്മൾ പിന്നെ നോക്കും. നമുക്കിപ്പോൾ ടൈപ്സ് ഓഫ് ഹോൾസെയിലേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. So wholesalers can be classified on the basis of the merchandise that they deal in, on the basis of the method of operation, and on the basis of geographical coverage. ഇങ്ങനെ മൂന്ന് ബേസിസിൽ നമുക്ക് ഹോൾസെയിലേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. First one is based on merchandise. So on the basis of merchandise, the first type of classification is general merchandise wholesalers. General merchandise wholesalers എന്ന് പറഞ്ഞാൽ they deal in completely unrelated goods. ഇപ്പോൾ അവരെന്താ ബൾക്കായിട്ട് സ്പോർട്സ് ഐറ്റംസ് എടുക്കുന്നുണ്ട്, അതേസമയം അവർ കോസ്മെറ്റിക്സും എടുക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഗുഡ്സും എടുക്കുന്നുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സ് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ലാത്ത കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ഏരിയാസിലുള്ള പ്രോഡക്ട്സിനെ അവർ ഹോൾസെയിലിൽ എടുത്ത് റീറ്റെയിലേഴ്സിന് സപ്ലൈ ചെയ്യുവാണെങ്കിൽ they come under the category of general merchandise wholesalers. Next is general line wholesalers. General line എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും അവർ ഹോൾസെയിൽ ബിസിനസ്സിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടോയ്ലറ്ററീസ്, ഇപ്പോൾ നമുക്ക് ഡെയിലി ആവശ്യമുള്ള സോപ്പ്, ഡിറ്റർജൻറ്റ്, ടൂത്ത് പേസ്റ്റ്, റേസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പം ഇൻ എ വേ ദേ ആർ കണക്റ്റഡ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഡിഫറെന്റ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സിനെ മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്നും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് റീറ്റെയിലേഴ്സിന് സ്മോൾ ക്വാണ്ടിറ്റീസിൽ സപ്ലൈ ചെയ്യും. അവർ പറയുന്ന പേരാണ് ജനറൽ ലൈൻ ഹോൾസെയിലേഴ്സ്. Third one is specialty or single line wholesalers. Specialty or single line wholesalers എന്ന് പറയുമ്പോഴത്തേക്കും നാരോ റേഞ്ച് ഓഫ് പ്രോഡക്ട്സിൽ മാത്രമേ അവർ ഡീൽ ചെയ്യുന്നുള്ളൂ. ലൈക്ക് ഇപ്പോൾ ടെക്സ്റ്റൈൽസ് എടുക്കുകയാണെങ്കിൽ ക്ലോത്ത്സുമായിട്ട് മാത്രം, അങ്ങനത്തെ ക്ലോത്ത്സ് മാത്രമായിരിക്കും ഒരു ബൾക്കായിട്ട് എടുത്ത് സെൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ A4 സൈസ് പേപ്പർ, അപ്പോൾ പ്രിന്റിങ്ങിന് വേണ്ടിയുള്ള പേപ്പേഴ്സ് മാത്രം, അതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു കടയാണ്, അവരുടെ ഹോൾസെയിൽ കടയാണ്. അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ they come under the category of specialty or single line wholesalers. The second type of classification is on the basis of method of operation. There are service wholesalers and there are limited function wholesalers. Service wholesalers offer a variety of services. അവർ എന്തൊക്കെ ചെയ്യും? They will help in advertising, they will help in grading, packing, branding, അങ്ങനെ പല സർവീസസും കൊടുക്കുന്ന ഹോൾസെയിലേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സർവീസ് ഹോൾസെയിലേഴ്സ്. They are service oriented. But limited function wholesalers ആണ് എന്നുണ്ടെങ്കിൽ they do not engage in a lot of services. They only engage in very few services such as packaging or grading. അത്രയും അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള സർവീസസ് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യൂ. പാക്ക് ചെയ്യുക, ഗ്രേഡ് ചെയ്യുക, അത്രേ ചെയ്യുക. അതിൽ കൂടുതൽ സർവീസസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. Third classification is based on geographical coverage. Local wholesalers are those who deal with retailers in a particular city or a town. അപ്പോൾ ഒരു ലോക്കൽ ഏരിയയിലുള്ള, ഒരു സിറ്റിയിലുള്ള, ഒരു ടൗണിലുള്ള റീറ്റെയിലേഴ്സുമായിട്ട് മാത്രം ഇടപാട് നടത്തുന്നവരെ നമ്മൾ ലോക്കൽ ഹോൾസെയിലേഴ്സ്. ഡിസ്ട്രിക്ട് ഹോൾസെയിലേഴ്സ് എന്ന് പറയുമ്പോൾ they deal with retailers located in an entire district. Regional or national wholesalers എന്ന് പറഞ്ഞാൽ they're dealing with retailers all over the country. അവരെ അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൽ കാണുന്നത്. So moving on, we have next topic is functions of wholesalers. What are the different functions? We are already familiar. Last chapter നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ചെയ്യും? First they will assemble the products. അപ്പം products are manufactured in certain factories or certain locations, but the demand for the product or the customers for the product are spread across the country. അപ്പൊ അത് എല്ലാവരിലേക്കും എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള ഇവരുടെ കയ്യിൽ നിന്നും ഇത് കളക്ട് ചെയ്ത് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ആദ്യം ഇവര് കൂട്ടിവെക്കുന്നു. ലാർജ് സ്റ്റോക്ക് ഇസ് ഫസ്റ്റ് ക്രിയേറ്റഡ്. സെക്കൻഡ്, അറേഞ്ചിങ് സ്റ്റോറേജ്. ഇതെല്ലാം ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. റീറ്റെയിലേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ റെഡിലി അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയായിട്ട്
സേഫ് ആയിട്ട് ഡാമേജസ് ഒന്നും പറ്റാതെയോ സാധനം ചീത്തായി പോകാതെയുള്ള വെയർ ഹൗസസ്, ഒന്നുകിൽ അയാളുടെ ഓൺ വെയർ ഹൗസ് അല്ലെങ്കിൽ കടത്തിനെടുത്ത് ഹയർ ചെയ്ത വെയർ ഹൗസിൽ കൊണ്ടുപോയി സൂക്ഷിക്കും. Third one, grading and package. On the basis of the size or the quality or any other criteria, the goods are grouped into similar categories and then they are packed. Fourth is transporting goods. They first have to transport the goods from the manufacturer to their warehouses, and then they have to transport the goods from the warehouses to the retailer's shop. So transporting of goods is also another function carried out by the wholesaler. Next is distribution of goods. So, retailers in the they are scattered across different regions. അവിടെയുള്ളവർക്കെല്ലാം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അവൈലബിൾ ആക്കി ത്രൂ സെയിൽസ്മാൻ ഈ സാധനം അവിടെ എത്തിക്കുന്ന ഒരു ജോലി ഹോൾസെയിലേഴ്സ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ എയ്ഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇസ് ഓൾസോ പ്രൊവൈഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദി ഹോൾസെയിലേഴ്സ്. അതെങ്ങനെയാണ് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നത്? വെൻ ദേ പർച്ചേസ് ഫ്രം ദി മാനുഫാക്ചർ ദേ മേക്ക് പേയ്മെന്റ് ഇൻ ക്യാഷ്. മാനുഫാക്ചറേഴ്സിന് ഇമ്മീഡിയറ്റ്ലി മാനുഫാക്ചർ ചെയ്ത സാധനത്തിന്റെ പൈസ കിട്ടുന്നു. ദേ ആർ ഫ്രീ ഫ്രം എനി റിസ്ക്. രണ്ടാമത് എന്ത് ചെയ്യുന്നു? റീറ്റെയിലേഴ്സിനെ അവർ അലൗ ചെയ്യുമ്പോൾ ദേ അലൗ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധനം കൊണ്ടുപോയിട്ട് പിന്നെ പൈസ തന്നാൽ മതി. അപ്പം അങ്ങനെയും റീറ്റെയിലേഴ്സിന് കുറച്ചു കാലം കൂടെ അവരുടെ കയ്യിലുള്ള ഫണ്ട്സ് റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നീട് പേയ്മെന്റ് നടത്തിയാൽ മതി. കസ്റ്റമർ പേ ചെയ്യുമ്പോൾ അത് കളക്ട് ചെയ്ത് പേ ചെയ്താൽ മതി. ദാറ്റ് ഇസ് അനദർ ഫംഗ്ഷൻ ഓഫ് ഹോൾസെയിൽ. നെക്സ്റ്റ് ഇസ് റിസ്ക് ബെയറിംഗ്. So they are paying money and collecting large stock of goods in a particular area and they hope to sell it at a higher price. But suppose it does not get sold off. അപ്പോൾ അങ്ങനെ എന്ത് പറ്റും? അങ്ങനെ വരുമ്പോൾ അവർ റിസ്ക് അല്ലെങ്കിൽ ലോസ് ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. അൺസോൾഡ് സ്റ്റോക്ക് പൈലപ്പ് ചെയ്യുമ്പോഴത്തേക്കും. Next is price fixation. The price of goods which customers have to pay depend upon the price fixed by the wholesaler and charged from the retailer. ഒരു പെർട്ടിക്കുലർ പ്രൈസിന് മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നു. അവർക്കൊരു ചെറിയ പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ കുറച്ചും കൂടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു. റീറ്റെയിലേഴ്സ് അവർക്കൊരു പ്രോഫിറ്റ് മാർജിൻ കൂടെ പ്രൈസിൽ ആഡ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രൈസ് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. They have to look into various factors before deciding upon a particular price. See, competitors ആരൊക്കെയാണ്, അവരുടെ പ്രൈസ് എന്താണെന്നൊക്കെ കൺസിഡർ ചെയ്യണം. കാരണം ടു ഹൈ ആണെങ്കിൽ സാധനം വിറ്റ് പോകത്തില്ല. We will not be able to get back the money that we invested. So these are the functions of wholesalers. Next topic is services of wholesalers. So there are different services provided by the wholesalers to the manufacturers as well as the retailers. So what are the various services? The first service provided to manufacturers. The manufacturers are relieved from the task of marketing and saving of expenses on storage and warehousing. See, manufacturers അവരുടെ പ്രോഡക്റ്റ് ഈ റീറ്റെയിലേഴ്സിനെ കണ്ടുപിടിച്ച് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. പകരം ഈസിയാണ്. ഹോൾസെയിലേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരുടെ ലൊക്കാലിറ്റിയിലുള്ള റീറ്റെയിലേഴ്സിന്റെ റിക്വയർമെന്റ്സ് അവർക്കറിയാം. അതിനനുസരിച്ച് ബൾക്കായിട്ട് അവർ സാധനം എടുത്ത് ഈ റീറ്റെയിലേഴ്സിന് എത്തിച്ചു കൊടുക്കും. ആൻഡ് കസ്റ്റമേഴ്സിന് അവർക്ക് അടുത്തുള്ള കടയിൽ നിന്നും സാധനം അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ the manufacturers are free from marketing and they save expenses on storage and warehousing. അവർ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇവർ തന്നെ വെയർഹൗസസ് മെയിൻറ്റെയിൻ ചെയ്തോളും ഹോൾസെയിലേഴ്സ്. Second service is they get regular information about customers' changing demands. The wholesalers are always in touch with the retailers. The retailers have direct contact with the customers. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസിൽ ചേഞ്ച് വന്നാലോ കസ്റ്റമറിന്റെ പ്രിഫറൻസിലും ടേസ്റ്റിലും ഡിമാൻഡ്സിലും ചേഞ്ച് വന്നാലോ they will communicate that to the wholesaler and the wholesaler will inform the producer. അപ്പം ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാൻ, മാനുഫാക്ചറേഴ്സിന് കുറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് റെമഡിയൽ ആയിട്ടുള്ള മെഷേഴ്സ് അവർക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. Next, it helps to continue production on an even pace. See, ഫ്യൂച്ചറിൽ ഡിമാൻഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇവർ എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റിൽ തന്നെ സാധനം വരുത്തിക്കൊണ്ടിരിക്കും ഹോൾസെയിലേഴ്സ്. അപ്പോൾ മാനുഫാക്ചറേഴ്സിന് ത്രൂ ഔട്ട് ദ ഇയർ ഡിമാൻഡ് ഉണ്ട് അവരുടെ പ്രോഡക്റ്റിന്, സെയിൽസ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ദേ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ പ്രൊഡക്ഷനിൽ ഒരു ഡിസ്കണ്ടിന്യൂഷൻ വരാതെ പോയിക്കൊണ്ടേയിരിക്കും. Then last one is wholesalers help in advertising. They also try to promote the product and try to sell it to the customers. Next is services to retailers. Retailers എന്ത് സർവീസ് ആണ് ഹോൾസെയിലേഴ്സ് കൊടുക്കുന്നത്?
Variety of goods can be procured in small quantities from the wholesalers. So retailers എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് സാധനം എടുക്കാൻ അവരുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടാവില്ല, അത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ അവർക്ക് സ്ഥലം ഉണ്ടായിരിക്കത്തില്ല. അപ്പം വെറൈറ്റി ഓഫ് ഗുഡ്സ് അവർക്ക് വേണം, ഒരുപാട് വെറൈറ്റി ഓഫ് ഗുഡ്സ് സ്മോൾ ക്വാണ്ടിറ്റീസിൽ അവർക്ക് വേണം. ആൻഡ് ദിസ് നീഡ് ഇസ് സാറ്റിസ്ഫൈഡ് ത്രൂ ഹോൾസെയിലേഴ്സ്. Second one is regular supply of products and saving a storage space. ഇതെല്ലാം കൊണ്ടുവന്ന് ഒരുമിച്ച് അവർക്ക് ഒരിടത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ സാധനം തീരുമ്പോൾ പോയി ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് സ്മോൾ ക്വാണ്ടിറ്റീസിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് വരാവുന്നതാണ്. അപ്പോൾ റെഗുലർ സപ്ലൈയും കിട്ടുന്നു, സ്റ്റോറേജ് സ്പേസ് അതിനായിട്ട് പൈസ കളയുകയും വേണ്ട. ഗെറ്റ്സ് അഡ്വാൻറ്റേജ് ഓഫ് ഹോൾസെയിലർ സ്പെഷ്യലൈസ്ഡ് നോളേജ് ഓഫ് ദി പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്ട്സ് വരുന്നു, അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള നോളേജ്. See, wholesalers എന്ന് പറയുമ്പോൾ they have got specialized knowledge. They know from where they can get quality products. അപ്പോൾ അങ്ങനെയുള്ള മാനുഫാക്ചറേഴ്സിനെ തിരഞ്ഞു പിടിച്ച് ഗുഡ്സ് കളക്ട് ചെയ്താണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നോളേജിന്റെ അഡ്വാൻറ്റേജ് റീറ്റെയിലേഴ്സിനും കൂടെ കിട്ടും. Quality products will be made available to them. Protected from risk of loss. മിക്കപ്പോഴും മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനെ കടത്തിനാണ് കൊടുക്കുന്നത്. പിന്നീട് സെയിൽ ചെയ്ത ശേഷം പൈസ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ടു ആൻ എക്സ്റ്റെന്റ് ഹെൽപ്സ് ദം ടു ഓവർകം ദ റിസ്ക് ഇൻവോൾവ്ഡ്. Then reduces working capital requirement by allowing credit sales. ക്രെഡിറ്റ് സെയിൽസ് അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി ക്യാഷ് പേ ചെയ്യേണ്ട. ഇമ്മീഡിയറ്റ്ലി ക്യാഷ് പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ക്യാഷിന്റെ എമൗണ്ട് കുറയുവാണ്. ആളുകളുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് കസ്റ്റമേഴ്സ് പേ ബാക്ക് ചെയ്യുമ്പോൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ റെഡ്യൂസ് ചെയ്ത് തന്നെ വെക്കാം. കടം വാങ്ങിച്ചൊന്നും അവരെ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ പ്രോഡക്ട്സ്. പുതിയ മാർക്കറ്റ്സിൽ എന്തെങ്കിലും പുതിയ പ്രോഡക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി റീറ്റെയിലേഴ്സിനെ അവെയർ ആക്കും. So that is with regard to the wholesalers. ഇനി നമുക്കുള്ളത് റീറ്റെയിലേഴ്സിനെ പറ്റി പഠിക്കാനായിട്ടാണ്. ഈ ഹോൾസെയിലേഴ്സിന്റെ അകത്ത് തന്നെ അവർ elimination of wholesalers ne patti chelaru samsarikkunnu. Some of them say we do not need wholesalers, they increase the cost. That is manufacturing kayil ninnu avaru oru profit margin add ചെയ്ത ശേഷമാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് അത്രയും കൂടെ എക്സ്ട്രാ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നവർ ജസ്റ്റ് സാധനം ട്രാൻസ്ഫർ ചെയ്യുന്നേ ഉള്ളൂ, അവർ പ്രൊഡക്ഷൻ പ്രോസസ്സിലൊന്നും എൻഗേജ് ചെയ്യാത്ത ആളുകളാണ്. പിന്നെ അവർ എന്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം? ഇനി ഈ ഹോൾസെയിലേഴ്സ് ലാർജ് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് മനഃപൂർവ്വം അതിനൊരു ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പ്രോഫിറ്റ്സ് പുഷപ്പ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനത്തെ ഒക്കെ കുറെ റീസൺസ് കാണാൻ സം പീപ്പിൾ ആർ അഗെയിൻസ്റ്റ് ഹോൾസെയിലേഴ്സ് ആൻഡ് ദേ വാണ്ട് ടു എലിമിനേറ്റ് ദം. ബട്ട് സം ഓഫ് ദം ആർ ഇൻ സപ്പോർട്ട് ഓഫ് ഹോൾസെയിലേഴ്സ്. ദേ സേ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഹോൾസെയിലേഴ്സ് അങ്ങ് ചെയ്തോളും, സോ ദാറ്റ് മാനുഫാക്ചറേഴ്സ് ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ ദി പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. അതുപോലെ എവർ ദേ ആർ ക്ലോസർ ടു ദ മാർക്കറ്റ്. അപ്പൊ മാർക്കറ്റിന്റെ ചേഞ്ചസ് എല്ലാം അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ബോദറിങ് ഓർ വറിയിങ് അബൌട്ട് ദ മാനുഫാക്ചറിങ് പ്രോസസ്. അതുപോലെ തന്നെ ഈ ഇൻവെന്ററി ഹാൻഡിൽ ചെയ്യാനും ഡാമേജ് കൂടാതെ കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് എത്തിക്കാനും ദീസ് പീപ്പിൾ ആർ എക്സ്പേർട്സ്. അതുകൊണ്ട് ഹോൾസെയിലേഴ്സ് വേണമെന്ന് പറയുന്നവരും ഉണ്ട്. സോ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ദ റീറ്റെയിലേഴ്സ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഇസ് എ റീറ്റെയിലർ. Retailer is the person who purchases goods in small quantities from the wholesaler and supply to the ultimate consumer. So they are the link between the consumers and the wholesalers. അപ്പോൾ retailers provide ചെയ്യുന്ന functions ഏതൊക്കെയാണ്? Estimating the demand. So they have got direct contact with the customers. അപ്പോൾ അവർക്കറിയാം ഏത് പ്രോഡക്ട്സിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് മാർക്കറ്റിൽ. അപ്പൊ അതനുസരിച്ച് ദേ വിൽ ബി അസിസ്റ്റിംഗ് എവ്രി വൺ എൽസ് ടു എസ്റ്റിമേറ്റ് ദ ഡിമാൻഡ്. പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. എവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദി ബൈ ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫ്രം ദി ഹോൾസെയിലേഴ്സ്. അപ്പൊ ദേ വിൽ ബൈ എ വെറൈറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ആർ ഇൻ ഡിമാൻഡ്. അപ്പം ആളുകൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്ത് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് ചെല്ലും. ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ആവശ്യം അനുസരിച്ച് സാധനങ്ങൾ വരുത്തിച്ച് കൊടുക്കും. ട്രാൻസ്പോർട്ടേഷൻ. ഹോൾസെയിലറിന്റെ വെയർഹൗസിൽ നിന്നും അവരുടെ സ്റ്റോഴ്സിലേക്ക് റീറ്റെയിലേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യാറുണ്ട്. Some cases the wholesaler himself will deliver the goods at the doorstep of the retailer.
നെക്സ്റ്റ് സ്റ്റോറിംഗ് ഗുഡ്സ്. ലിമിറ്റഡ് സ്പേസ് മാത്രമേ ഇവർക്കുള്ളൂ, ഒരുപാട് ഗോഡൗൺസ് ഒന്നും ഇവർക്കില്ല. ബട്ട് കുറച്ചൊരു മിനിമം റിക്വയർമെന്റ് അനുസരിച്ച് സ്റ്റോക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അവർ എന്ത് ചെയ്യും, ഈ സ്റ്റോക്സ് എല്ലാം കൊണ്ടുവന്ന് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെൽഫ്സിലും പ്ലേസസിലും ഒക്കെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ ദി പ്രോഡക്ട്സ്. ഗ്രേഡിംഗ് ആൻഡ് പാക്കേജിങ്. ഓഫൺ ലാർജ് സ്കെയിലിൽ കൊണ്ടുവരുന്ന പ്രോഡക്ട്സിനെ അവർ പിന്നും സോർട്ട് ചെയ്ത് കൺവീനിയന്റ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആയിട്ട് സ്മോളർ പ്രൈസ് വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ കസ്റ്റമേഴ്സിന് അത് വാങ്ങിക്കാൻ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. ഇപ്പോൾ സ്പൈസസ് ഒക്കെ ഒരുപാട് വലിയ പാക്കറ്റിൽ വാങ്ങിച്ച ശേഷം അവർ 100 ഗ്രാം 200 ഗ്രാമിന്റെ പാക്കറ്റ്സിലാക്കി കൺസ്യൂമേഴ്സിന് സെൽ ചെയ്യുന്നു. സെല്ലിംഗ് ഇസ് ദ അൾട്ടിമേറ്റ് എയിം. നീഡ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് സാധനം വിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ദിസ് ഇസ് ദ ഫങ്ഷൻ ഓഫ് റീറ്റെയിലർ. റിസ്ക് ബാരിങ് ഇസ് ഓൾസോ ദർ. അവർ സാധനം വെച്ചേക്കുമ്പോൾ there is a risk of deterioration of the quality, fire, theft, etc. ഫയറിനും തെഫ്റ്റിനൊക്കെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ബട്ട് ചേഞ്ച് ഇൻ കസ്റ്റമർ പ്രിഫറൻസ്, ഡിറ്റീരിയറേഷൻ ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ഇതൊന്നും നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റാത്ത ലോസസ് ആണ്. അത് അവർ റിസ്ക് ബെയർ ചെയ്ത് സഫർ ചെയ്തേ പറ്റത്തുള്ളൂ. These are the functions. Now what are the services of retailers? സർവീസസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, ദേ ഹോൾഡ് റെഡി സ്റ്റോക്ക്. റീറ്റെയിലേഴ്സ് എപ്പോഴും ഒരു വെറൈറ്റി ഓഫ് ഡെയിലി യൂസിന് ആവശ്യമുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യും. കൺസ്യൂമേഴ്സിന് എപ്പോൾ വേണോ വന്ന് വാങ്ങിക്കാവുന്നതാണ്. ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ്. അട്രാക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു സാധനം വന്നാൽ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സാധനങ്ങളെ പറ്റി ആളുകൾ അറിയുകയും ചെയ്യും. Advice to consumers. They are in a position to advise consumers what product is best suited to them depending upon their need. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും സൂട്ടബിൾ എന്ന് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ സെയിൽസ്മാന് പറ്റും. പേഴ്സണൽ സർവീസ്. പേഴ്സണൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന്റെ സർവീസ് നീഡ്സ് മീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതോടൊപ്പം ഹോം ഡെലിവറി, ക്രെഡിറ്റ് സെയിൽസ് ഇങ്ങനെയുള്ള സർവീസസും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് സർവീസസ് ഓഫ് റീറ്റെയിലേഴ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്നൊരു ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. So in the case of types of retailers are classified into two. There are itinerant retailers and there are fixed shop retailers. itinerant retailers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ആയിട്ട് ഒരു കടയോ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥലമോ ഇല്ല. They keep moving from place to place to sell their goods and they are known as itinerant retailers. ഇതിന് എക്സാമ്പിൾസ് ആണ് hawkers or peddlers, payment traders and market traders. ഹോക്കേഴ്സ് പെഡ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി മൂവ് ഫ്രം ഡോർ ടു ഡോർ, അല്ലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വരും, ഓരോ വീടുകളിലായിട്ട് ചെന്ന് അവർ സാധനം വിൽക്കും. അപ്പോൾ ചിലപ്പോൾ ഐസ്ക്രീം ആയിരിക്കും, ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും, വെജിറ്റബിൾസ് ആയിരിക്കും, ചിലപ്പോൾ ദേ ക്യാരി ടോയ്സ് ഇൻ ദിയർ ഹാൻഡ്. അപ്പൊ ഇവർ എന്ത് ചെയ്യും, ഒരു കാർട്ട് പുഷ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാർട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഓട്ടോ അല്ലെങ്കിൽ ബൈസൈക്കിൾ, ഇങ്ങനത്തെ പല എന്തെങ്കിലും ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വഴിയായിട്ട് ദേ ഗോ ഹൗസ് ടു ഹൗസ്, ഡോർ ടു ഡോർ ടു സെൽ ദ പ്രോഡക്റ്റ്. പേയ്മെന്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസി ആയിട്ടുള്ള മാർക്കറ്റ് ഏരിയ, ഏതെങ്കിലും ജംഗ്ഷൻ, സ്ട്രീറ്റ് ക്രോസിംഗ്, റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമ്മുടെ പേയ്മെന്റിൽ തന്നെ ഒരു തുണി വിരിച്ചിട്ട് അവര് ഇപ്പൊ ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കാം, വെജിറ്റബിൾസ് ആയിരിക്കാം, ബുക്സ് ആയിരിക്കാം, ഫുഡ്വെയർ ആയിരിക്കാം, ബാഗ്സ് ആയിരിക്കാം, ഇതൊക്കെ സെൽ ചെയ്യുന്നവരെ പേയ്മെന്റ് ട്രേഡേഴ്സ് എന്ന് നമ്മൾ പറയും. പാളയത്തിന്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്, കുറെ ഒരു ബാഗ്സ് വിൽക്കുന്നവരുണ്ട്, ബുക്സ് വിൽക്കുന്നവരുണ്ട്, അങ്ങനെ. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വീക്ക്ലി മാർക്കറ്റിൽ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി സാധനം വിൽക്കുന്നവരെയാണ് മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ദ നെയിം സജസ്റ്റ് ദേ ഹാവ് ഗോട്ട് എ ഫിക്സഡ് പ്ലേസ് ടു ക്യാരി ഔട്ട് ദിയർ ബിസിനസ്. They are again classified into two, small scale retailers and large scale retailers. Small scale retailers le first one stall holders ആണ്. സ്റ്റോൾസ് ഓൺ സ്ട്രീറ്റ്സ്, അതായത് ഇവർ കൊച്ചൊരു കട ഇട്ടിട്ടുണ്ടാവും സ്ട്രീറ്റിൽ, അവിടെ തന്നെ സ്ഥിരമായിട്ട് ബിസിനസ് നടത്തുന്നവരാണ്. അപ്പം ഗ്രോസറി ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റേഷനറി, ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്തോ ഏതെങ്കിലും ജംഗ്ഷന്റെ അവിടെയോ ഒക്കെ ആയിട്ട് ഒരു സ്റ്റോൾ തന്നെ സെറ്റപ്പ് ചെയ്ത് വിൽക്കുന്നതാണ് സ്റ്റോൾസ് ഓൺ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറൽ മെർക്കൻഡൈസ് ഷോപ്സ്. ചെറിയ റീറ്റെയിൽ സ്റ്റോഴ്സ് ആണ്. ജനറൽ കൺസ്യൂമർ ഗുഡ്സ് ഓഫ് റെഗുലർ യൂസ്, അതായത് നമുക്ക് പ്രൊവിഷൻ, ബ്രെഡ്, ബട്ടർ, സ്റ്റേഷനറി, പിന്നെ അതുപോലെ പേപ്പർ, പെൻസിൽ, സിഗരറ്റ് അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്ന
ഡെയിലി കൺസ്യൂമർ ഗുഡ്സ് യൂസ് ചെയ്യുന്ന ആ പ്രോഡക്ട്സ് വിൽക്കുന്നവരെയാണ് നമ്മൾ ജനറൽ മെർക്കൻഡൈസ് ഷോപ്സ് എന്ന് പറയുന്നത്. റെഗുലർ കസ്റ്റമേഴ്സിന് അവർ ക്രെഡിറ്റ് ഫെസിലിറ്റിയും ഹോം ഡെലിവറി സർവീസസും പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ ഏരിയയുടെ അടുത്തുള്ള ആൾക്കാർക്ക്. സ്പെഷ്യാലിറ്റി ഷോപ്സ് ഉണ്ട്. സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ കടയിൽ മെഡിസിൻസ് മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ ബുക്സ് മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ ഗാർമെന്റ്സ് മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ ടോയ്സിന് വേണ്ടി മാത്രമുള്ള കടയായിരിക്കും. അങ്ങനെയുള്ള കടയാണെങ്കിൽ നമ്മൾ അതിനെ സ്പെഷ്യാലിറ്റി ഷോപ്പ് എന്ന് പറയും. സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് നമുക്കറിയാം, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആക്കി കിട്ടുന്നതാണ്. ഓൾറെഡി യൂസ്ഡ് പ്രോഡക്ട്സ് ആണ്, അതൊന്നും കൂടെ റീസെയിൽ ചെയ്യാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന കടകൾ. ഇനി ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്. Large scale retailers, there are different types. First one is departmental stores. Departmental stores എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടുത്തെ റിലയൻസ് ട്രെൻഡ്സ്, മാക്സ് ഇതുപോലത്തെ കടകളൊക്കെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് എക്സാമ്പിൾ ആണ്. പല വെറൈറ്റി ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ലൈനിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫർ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട്, ഇപ്പൊ ക്ലോത്ത്സിന്റെ അവിടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാഷ്വൽ വെയർ ഉണ്ട്, ജെൻസിന്റെ ഉണ്ട്, കിഡ്സിന്റെ ഉണ്ട്, ലേഡീസിന്റെ ഉണ്ട്, ഫോർമൽ വെയർസ് കാണും, ചിലപ്പോൾ വർക്ക്ഔട്ട് ക്ലോത്ത്സ് കാണും. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഒരു സെയിം പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സൂപ്പർ മാർക്കറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബിഗ് ബാസാർ പോലെയോ പോത്തീസ് പോലെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ്സ് കൂടുതലും മാർജിൻ ഫ്രീ മാർക്കറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോസറി ഷോപ്സ് പോലെ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ അങ്ങനത്തെ പ്രോഡക്ട്സ് വിൽക്കുന്ന കടകളെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. വെറൈറ്റി ഓഫ് ഗുഡ്സ് ഓഫർ ചെയ്യും. ദേ ഇൻക്ലൂഡ് സ്റ്റേഷനറി, ഡ്രസ് മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടോയ്സ്, കിച്ചൺ യൂട്ടൻസിൽസ്, മെഡിസിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഓഫർ ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റ് കൂടുതലും സെൽഫ് സർവീസ് ബേസിസിലാണ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ആകുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ടൊരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കും. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ കൂടുതലും ഫാഷൻ ഐറ്റംസും ഡ്യൂറബിൾസും ഒക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റ്സിൽ ലോ പ്രൈസ് ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ഓഫ് ഡെയിലി നീഡാണ് സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്നത്. അവിടെ നമുക്ക് ഈ റിഫ്രിജറേറ്റർ, ഫാൻ, റേഡിയോ, ടെലിവിഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. നെക്സ്റ്റ് വൺ ഇസ് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ സ്റ്റോഴ്സ്. ചെയിൻ സ്റ്റോഴ്സിന്റെ എക്സാമ്പിൾ ഇപ്പൊ ഡാറ്റ പോലെയുള്ള ഷോപ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പല ലൊക്കേഷനിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്ട്സ് സെൽ ചെയ്യാൻ വേണ്ടി അവർ ഷോപ്സ്, ഔട്ട്ലെറ്റ്സ് തുറന്നിട്ടുണ്ട്. യൂണിഫോമിറ്റി ഉണ്ട്, സെയിം പ്രോഡക്റ്റ് തന്നെയാണ് എല്ലായിടത്തും, സെയിം പ്രൈസ് തന്നെയായിരിക്കും എല്ലായിടത്തും, ഒരു സെൻട്രൽ ഓഫീസ് ആയിരിക്കും അവരെല്ലാം ഗവേൺ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിന് നമ്മൾ മൾട്ടിപ്പിൾ ഷോപ്പ് ഓർ ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറയും. നെക്സ്റ്റ് ഇസ് മെയിൽ ഓർഡർ ഹൗസ്. മെയിൽ ഓർഡർ ഹൗസ് എന്ന് പറഞ്ഞാൽ ആളുകൾ പോസ്റ്റ് വഴിയായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. പാർസൽ സർവീസ് പോലെ ആ പ്രോഡക്റ്റ് തിരിച്ച് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് മെയിൽ ഓർഡർ ഹൗസ് എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് തന്നെയുണ്ട്. കൺസ്യൂമേഴ്സ് ആയിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് ആയിട്ട് വോളണ്ടറി ആയിട്ട് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ദീസ് സ്റ്റോഴ്സ് ബൈ ഗുഡ്സ് അറ്റ് ലോ പ്രൈസ് ഫ്രം ദ ഹോൾസെയിലർ ഓർ ദി മാനുഫാക്ചർ. ഹോൾസെയിലറിന്റെ മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് ലോ പ്രൈസിൽ ബൾക്കായിട്ട് സാധനം എടുത്തിട്ട് കൺസ്യൂമേഴ്സിന് റീസണബിൾ റേറ്റിൽ ഓഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ഗുഡ്സ് ഓഫ് ഡേ ടു ഡേ യൂസ് ലൈക്ക് ഗ്രോസറി, ഡ്രസ് മെറ്റീരിയൽസ്, മെഡിസിൻസ്, പേപ്പർ ഒക്കെയാണ് ഇതുവരെയായിട്ട് സെയിലായി പോകുന്നത്. നെക്സ്റ്റ് ഇസ് ഹയർ പർച്ചേസ് ട്രേഡ്. ഹയർ പർച്ചേസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സാധനം, ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ്, ഇലക്ട്രോണിക് ഗുഡ്സ് ഒക്കെ നമ്മൾ സാധനം പോയി വാങ്ങിക്കുന്നു. ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ നമ്മൾ പതുക്കെ അടച്ചു തീർക്കുന്നു. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഓണർഷിപ്പ് നമ്മുടെ പേരിലേക്ക് ആകത്തുള്ളൂ. അതിന് എക്സാമ്പിൾസ് ആണ് റെഫ്രിജറേറ്റർ, ടെലിവിഷൻസ്, ഇലക്ട്രിക് ഫാൻ, ഇൻഡസ്ട്രിയൽ മെഷീനറി, എയർ കണ്ടീഷണർ. ഇതൊക്കെ ഹയർ പർച്ചേസിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഡിസ്കൗണ്ട് ഹൗസസ്. ഡിസ്കൗണ്ട് ഹൗസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് ഹൗസസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാനുഫാക്ചറേഴ്സിന്റെ കയ്യിലും ഡയറക്റ്റ് സാധനം എടുത്തിട്ട് വന്നിട്ട് ലോവർ പ്രൈസിൽ ആളുകൾക്ക് അത് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. ഓഫറിംഗ് ദ ഗുഡ്സ് അറ്റ് എ ലോവർ റേറ്റ്. ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൂടുതലും. അപ്പൊ അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ദേ എയിം ടു അച്ചീവ് പ്രോഫിറ്റ് ത്രൂ ലാർജർ വോള്യൂം ഓഫ് സെയിൽസ്. കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്ത് ലോവർ പ്രൈസിൽ സാധനം കൊടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ഡിസ്കൗണ്ട് ഹൗസസ് എന്ന് പറയുന്നത്. ഇനി ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻസ് ആണ് പലയിടത്തും വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കോയിൻ ഇടുമ്പോഴത്തേക്കും മാഗസീൻ വരും,
അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡ്രിങ്ക് വേണമെങ്കിൽ കോയിൻ ഇട്ടിട്ട് നമ്മൾ കപ്പ് പിടിച്ചാൽ ആ ഒരു ഡ്രിങ്ക് വരും. അപ്പൊ അങ്ങനത്തെ വെൻഡിങ് മെഷീൻസും ഇതിലൊരു എക്സാമ്പിൾ ആണ്, ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻസ്. അപ്പൊ അത്രയാണ് 4th ചാപ്റ്ററിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ലാസ്റ്റ് ചാപ്റ്റർ കൂടെ കവർ ചെയ്യാം. ഇന്നത്തേക്ക് ഇത്രയും മതി. താങ്ക് യു. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.